നമസ്കാരം. വോയിസ് ഓഫ് പീപ്പിളിന്റെ ഇന്നത്തെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഷിരൂരിലെ മണ്ണിടിച്ചിലിൽ മരണപ്പെട്ടുപോയ അർജുന്റെ കുടുംബം മനാഫിനെതിരെ ആരോപിക്കുന്ന കുറ്റങ്ങൾ ശരിയാണോ തെറ്റാണോ എന്നും ജനങ്ങളുടെ ഒപ്പീനിയൻ എന്താണെന്നും നമുക്ക് ചോദിച്ചറിയാം. അസോസിയേറ്റ് സ്പോൺസേഡ് ബൈ ശ്രീനാരായണ ആയുർവേദ ഹോസ്പിറ്റൽ കളിയിക്കവിള, രത്നകല ഫാഷൻ ജ്വല്ലറി, കൈരളി കോളേജ് ഊരമ്പിള ആൻഡ് വ്ളാത്താങ്കര, മാർജിൻ ഫ്രീ ആൻഡ് ഫുഡ് വെയർ നെയ്യാറ്റിങ്കര, ലൈഫ് ലൈൻ പെറ്റ് കെയർ കാഞ്ഞിരംകുളം. അവിടെ ഇത്രയും മെഷീനറീസ് വർക്ക് ചെയ്തു, എല്ലാം ചെയ്തു. അതായത് വയനാട്ടിലുള്ള ആൾക്കാർ, നമ്മളെ വണ്ടിയിൽ യാത്ര ചെയ്യുന്ന ആൾക്കാർ പറഞ്ഞതാണ്, അപ്പോൾ JCB ഓപ്പറേറ്റർ അല്ലെങ്കിൽ ഹിറ്റാച്ചി ഓപ്പറേറ്റർമാർ പോലും ശമ്പളം പോലും വാങ്ങാതെയാണ് അത് ചെയ്തത്. അതെ അതെ. അതിന്റെ ഉടമസ്ഥന് വാടക പോലും വാങ്ങിയില്ല. പക്ഷെ സർക്കാർ കള്ളക്കണക്കെല്ലാം കൂടെ എഴുതി കൂട്ടി വെച്ചേക്കാണ്. എന്ത് കണക്കെന്നുള്ള കാര്യം അറിയില്ല. ഞാനും ഒരു കമ്മ്യൂണിസ്റ്റ് അനുഭാവിയാണ്. ഇത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അല്ല, ഈ 72 ദിവസം വരെ എന്താ പറയാ, അർജുന് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടു. അത്രയും രാപ്പകലോളം വീട്ടിൽ പോലും പോകാതെ, അയാളുടെ കുട്ടിക്ക് സുഖമില്ലാതിരുന്നിട്ട് പോലും പോകാതെ അർജുന് വേണ്ടി കഷ്ടപ്പെട്ടു എന്നൊക്കെ ഞാൻ യൂട്യൂബിൽ കണ്ടതാണ്. പക്ഷെ അത് എത്രത്തോളം ശരിയുണ്ടെന്നുള്ള കാര്യം നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. നമ്മളിവിടെ കിടക്കയില്ലേ. പക്ഷെ മനാഫ് എന്നാണ് നല്ലൊരു വ്യക്തി എന്നാണ് എന്റെ അഭിപ്രായം. അതെ, തീർച്ചയായും. കാരണം ഇത്രയും എന്താ പറയാ, ഇയാളുടെ ഒരു മരണപ്പെട്ടു പോയ അർജുന് വേണ്ടി ഈ 72 ദിവസം ഒരു മുതലാളിമാരും അത് ചെയ്യില്ല. അതെ, തീർച്ചയായും. ഞാൻ ഒരു ലോറി ഡ്രൈവറാണ്. ഇപ്പൊ ഓട്ടോറിക്ഷ ഓടിക്കാൻ തുടങ്ങിയിട്ട് ഈ വണ്ടി എടുത്തതിന് ശേഷമാണ് ഞാൻ ഓട്ടോറിക്ഷ ഓടിക്കുന്നത്. അതായത് ഒരു 17 മാസമേ ഉള്ളൂ ഞാൻ ഓട്ടോ ഡ്രൈവറായിട്ട്. ഞാൻ കാറും ലോറിയും ബസ്സും ഒക്കെയാണ് ഓടിക്കൊണ്ടിരുന്നത്. സ്വന്തമായിട്ട് ടിപ്പർ ലോറി 5 ലോറി ഉണ്ടായിരുന്ന ഒരു ചെറിയൊരു മുതലാളിയായിരുന്നു. കൊറോണ നമ്മളെ ചതിച്ചു. അപ്പൊ ഒരു മുതലാളിമാരും, ഞാൻ മുതലാളി ആയിരുന്നപ്പോ പോലും ഞാൻ ഒരു ഡ്രൈവറിന് വേണ്ടി ഇത്രയും ത്യാഗമൊന്നും സഹിച്ചിട്ടില്ല. തീർച്ചയായും. അപ്പോ ഈ ഒരു മനാഫിനെതിരെ ഈ ഒരു അർജുന്റെ കുടുംബങ്ങൾ ആരോപിക്കുന്നത് തെറ്റായ കാര്യങ്ങളല്ല, തെറ്റാണെന്നാണ് എന്റെ അഭിപ്രായം. തീർച്ചയായും അങ്ങനെ പറയാൻ പാടില്ല. അതെ, പുള്ളിക്കാരൻ പറയുന്ന പറഞ്ഞാല് അയാളുടെ വണ്ടിയുടെ ഇനിയുള്ള പേര് അർജുൻ എന്നായിരിക്കും. അർജുന്റെ പേരാണ് ഇടാൻ തീരുമാനിച്ചേക്കുന്നത്. അർജുന്റെ കുട്ടിയെ മനാഫ് പൊന്നു പോലെ അങ്ങനെയൊക്കെയാണ് പുള്ളി പറയണത്. പക്ഷെ ബാക്കിയുള്ള കാര്യം കുറെ രാഷ്ട്രീയ കളി ഉണ്ടാവും എന്തായാലും. മനാഫ് എന്ന് പറഞ്ഞ ഒരു മുസ്ലിമാണ്, അർജുൻ എന്ന് പറഞ്ഞ ഹിന്ദുവാണ്. നമ്മളെ ഇവിടെ വർഗീയത ആണല്ലോ ഏറ്റവും വലിയ പ്രശ്നം. അതെ അതെ. എന്തായാലും മനാഫ് എന്നൊരു വ്യക്തിത്വം, സത്യം പറഞ്ഞാൽ മനാഫിന്റെ നമ്പർ കിട്ടിയ ഞാൻ വിളിച്ച് ഞാൻ ഒരു നന്ദി അറിയിക്കും. ഇപ്പൊ ഈ അർജുന്റെ അളിയനുണ്ട് ജിതിൻ എന്ന് പറയുന്നത്. അതെ, അയാളാണ് ഈ ആവശ്യമില്ലാത്ത മാധ്യമങ്ങളെ വിളിച്ച് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകും. തീർച്ചയായും. അപ്പോ ഈ മനാഫ് അത്രമാത്രം അല്ലേ 72 ദിവസവും അവിടെ നിന്ന് ഈ കാര്യങ്ങളെല്ലാം ചെയ്തതല്ലേ. ഈ ബോഡി കിട്ടുന്നത് വരെ അവിടെ നിന്നതാണ്. തീർച്ചയായും. അപ്പൊ അതുകൊണ്ട് മനാഫ് നല്ലൊരു വ്യക്തിയാണ്. പിന്നെ ഇത് കളിക്കുന്നതെന്ന് ജിതിനാണ് കളിക്കുന്നത്. അല്ല, വേറെ ആരും അല്ല. അപ്പൊ അർജുന് വേണ്ടി അല്ലേ 72 ദിവസം രാപ്പകലോളം ഇല്ലാതെ, തന്റെ കുട്ടിക്ക് സുഖമില്ലാതിരുന്നിട്ട് കൂടി പോകാൻ എന്താ പറയാ സാഹചര്യം ഉണ്ടായിട്ടും പോകാതെ 72 ദിവസം അവിടെ നിന്ന് ബോഡി കിട്ടുന്നത് വരെ കൂടെ ഉണ്ടായിരുന്നു. ആ അർജുന്റെ അമ്മയ്ക്ക് വരെ ഒരു എന്താ പറയാ ഒരു ഉറപ്പ് കൊടുത്തു, നിങ്ങളുടെ മകൻ ഞാൻ അല്ലേ കൂടെ ഉണ്ടാവെന്ന് പറഞ്ഞ അതുപോലെ ഉണ്ടായിരുന്നു. 72 ദിവസം ഉണ്ടോ ജിതിനൊന്നും ഒരിക്കലും അത്രയും ദിവസം അവിടെ നിന്ന് കാണൂല. ഇല്ല, ഒരിക്കലും ഇല്ല. ഈ ജിതിനാണ് ഇത്രയും പ്രശ്നങ്ങളെ മാധ്യമങ്ങളൊക്കെ വിളിച്ചു വരുത്തി ഈ മനാഫിനെതിരെ ഇത്രയും മാത്രം പറയുന്നത് തെറ്റാണ്. കാരണം അദ്ദേഹം അവന്റെ ഡെഡ് ബോഡിക്ക് വേണ്ടിയൊക്കെ ഒരുപാട് കിടന്ന് പാടുപെട്ടതാണ്. അതെ, അതിനെ കുറിച്ച് ഇങ്ങനെ പറയുന്നത് വളരെ മോശമായ കാര്യമാണ്. ഈ 72 ദിവസം അല്ലേ രാപകലില്ലാതെ കുട്ടികളും വീടും എല്ലാം കളഞ്ഞിട്ട് അവിടെ കഷ്ടപ്പെട്ടിട്ട് രാഷ്ട്രീയത്തിൽ ഇങ്ങനെ പറയുന്നത് വളരെ മോശമായ കാര്യമാണ് അല്ലേ. അതൊരു മുതലാളി തൊഴിലാളി ബന്ധമല്ല, അതൊരു സ്വന്തം സഹോദരനെ പോലെ കണ്ട് ഒരു കൂടപ്പുറപ്പ് എന്നുള്ള നിലയിൽ നല്ല രീതിയിൽ സഹകരിച്ച ഒരു വ്യക്തിയാണ്. എന്റെ അഭിപ്രായത്തിൽ മനാഫ് എന്ന് പറഞ്ഞത് ആള് ഡീസന്റ് ആണ്. കാരണം ഒരു തൊഴിലാളി ആറ്റിൽ പോയപ്പോഴേ അയാൾ തിരിച്ചെടുക്കുന്നത് വരെ അയാൾ കൂടെ നിന്ന ആളാണ്. 72 ദിവസം. അപ്പൊ അയാളെ പറ്റി പറയുന്നത് തന്നെ തെറ്റാണ് എന്റെ അഭിപ്രായത്തില്. പിന്നെ അയാളെ പിരിവടത്തിയെന്നൊക്കെ പറയുന്നുണ്ട്. അതിനുള്ള എത്ര സത്യമൊന്നും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ, നമ്മൾ അറിഞ്ഞില്ലല്ലോ. അതുകൊണ്ട് എന്റെ അഭിപ്രായത്തിൽ അയാൾ നല്ലൊരു ജെന്റിൽമാനാണ്, നല്ലൊരു വ്യക്തിയാണ്. 72 ദിവസം ആരാ നിൽക്കുന്നത് ഇതിന്? അയാൾക്ക് ലോറിക്ക് പോരാ ലോറി കിട്ടൂല, ഇൻഷുറൻസ് ഉണ്ട് കാണും. കുടുംബങ്ങൾ പോലും നിൽക്കാതെ, അംഗങ്ങൾ പോലും ഇതിൽ സഹകരിക്കും. അതിപ്പോ ഗവൺമെന്റ് അവർക്ക് ജോലി കൊടുത്തു, ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്തല്ലോ.
അപ്പൊ അത് പറഞ്ഞ കാര്യം. മനാഫിനെ സംബന്ധിച്ചിടത്തോളം എന്റെ അഭിപ്രായത്തിൽ അയാൾ നല്ലൊരു വ്യക്തിത്വം നല്ല വ്യക്തിത്വമുള്ള ആളാണ്. ആളാണ്. ആ പുള്ളി നേരിട്ട് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്വന്തം സഹോദരനെ കണക്കാണ് പുള്ളിയെ നോക്കിയിട്ടുള്ളത്. കുറെ വർഷം കൊണ്ട് ഇഷ്ടംപോലെ ഡ്രൈവർമാര് ആ പുള്ളിയുടെ നിപ്പുണ്ട്. അത് തീർച്ചയായും. എല്ലാ ഡ്രൈവർമാരെയും ആ പുള്ളി അങ്ങനെയാണ് കണ്ടിട്ടുള്ളത്. അതെ അതെ അത് ഇത്രയും ഫാമിലി ഒരു വിഷയമായി ഇത്രയും വാർത്തകൾ വരണമുണ്ട്. പ്രത്യേകിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പുള്ളി ഒരു നല്ലൊരു മനുഷ്യനാണ്. വ്യക്തിത്വത്തിനുള്ള ആൾ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആകാരായാലും പാവങ്ങൾക്ക് കൊടുക്കുന്നത് അത് നമ്മൾ കാണുന്നുണ്ട്, അത് കാണിക്കുന്നതൊക്കെ. തീർച്ചയായും. അപ്പോൾ അതിനെക്കുറിച്ച് മാക്സിമം ആ പാവത്തിനെ പറയാതിരിക്കണം. നല്ലത് ചെയ്യണത് നല്ല ആൾക്കാർക്ക് ഇഷ്ടപ്പെടൂല. അതാണ് ശരിക്കും, അതെ. മനസ്സിലായില്ലേ? നല്ല ചെയ്യണം ആൾക്കാർക്ക് ഇഷ്ടപ്പെടൂല. വേറൊരാളാണെങ്കിൽ പറയണവരാണെങ്കിൽ ഇത് ചെയ്യൂ. തീർച്ചയായും. അതുകൊണ്ട് ആ പുള്ളി ഒരു നല്ലൊരു വ്യക്തി ആയതുകൊണ്ടാണ് ആ പുള്ളി ഇങ്ങനെ സഹായിക്കാൻ വേണ്ടിയിരിക്കുന്നത്. അല്ല വേറെ ആരും ഒരു ഡ്രൈവർമാരോ മുതലാളിമാരോ ഇത് കണക്ക് നിൽക്കൂല. ഇല്ല. ഇത്രയും മെനക്കെട്ട്. അല്ല ആ പുള്ളിയുടെ വണ്ടിക്ക് വേണമെങ്കിൽ വണ്ടിക്ക് ഇൻഷുറൻസ് ആ പുള്ളിക്ക് കിട്ടും. അതിൽ കാര്യമില്ലല്ലോ. അതെ പക്ഷേ തീർച്ചയായും. ഒരു ഒരു അല്ലേ, ഒരു വ്യക്തി സഹോദരൻ ഒരു എന്ന സഹോദരൻ എന്ന നിലയിൽ കൂടെ നിന്നു. നമ്മളാണെങ്കിൽ പോലും നിൽക്കൂല, ഉള്ളത് പറയാമല്ലോ. പക്ഷെ എന്തോ ആ നല്ലൊരു മനസ്സുകൊണ്ട് നിന്നത്. അർജുന്റെ കുട്ടിയെ കൂടി സ്വന്തം മകനായിട്ട് വളർത്തി. തീർച്ചയായും അതൊക്കെ നല്ല കാര്യങ്ങളാണ്. അത് വേറെ ആരും എടുക്കൂല. വേറെ ആരെങ്കിലും ഇതിനു വേണ്ടി മുതലെടുക്കാനേ നടക്കുള്ളൂ. തീർച്ചയായും. ഇതൊക്കെ നല്ല കാര്യം. അവര് പറയല്ലേ അതെ അതെ അവരെ ഫാമിലി നല്ല അങ്ങനത്തെ ഒരു ഫാമിലിയാണ്, തീർച്ചയായും. ഒരു കുടുംബം എല്ലാം കൂടെ സെറ്റായ ഒരു ഫാമിലിയാണെന്നാണ് അവര് പറയണത്. പക്ഷെ അങ്ങനെയൊക്കെ ഉള്ള കാര്യമാണ്. അല്ല നാളെ ഒരു കാലത്ത് ഈ കൊച്ചുങ്ങൾ വേറെ ആരുടെ പോയി തെണ്ടണത് കാണണ്ടല്ലോ. അതെ അതെ നല്ല വാഗ്ദാനങ്ങളാണ് അയാൾ കൊടുത്തിട്ടുള്ളത്. തീർച്ചയായും അതെ അതെന്തായാലും നടപ്പിലാവട്ടെ. തീർച്ചയായും. ഒരുപാട് പേര് കണ്ടന്റ് കിട്ടാനൊക്കെ ആയിട്ട് ഈ മനാഫ് എന്ന് പറയുന്ന ആൾക്ക് വേണ്ടിയിട്ട് ഫേവറായിട്ട് പറയുന്ന കുറെ ആൾക്കാരും ഉണ്ട്, അല്ലാതെ അയാൾക്ക് എതിരായിട്ട് പറയുന്ന കുറെ ആൾക്കാരും ഉണ്ട്. അപ്പോ ആസ് എ ഹ്യൂമൻ ബീങ് എന്ന് വെച്ച് നോക്കുമ്പോഴത്തേക്കും മനാഫ് ആ ഒരു വ്യക്തി ചെയ്തത് തെറ്റല്ല. ഞാൻ ഉദ്ദേശിച്ചത് എന്താന്ന് വെച്ചാൽ അയാള് അർജുൻ എന്ന് പറയുന്ന ആ ചേട്ടന് ബോഡി കിട്ടുന്നത് വരെ അവിടെ തന്നെ നിന്ന് എല്ലാം നോക്കി എടുത്ത ആളാണ്. അപ്പൊ ഇതെല്ലാം പറയുമ്പോഴത്തേക്കും ആ ഒരു ചേട്ടന്റെ മാനസികാവസ്ഥ കൂടെ നോക്കണം. സ്വന്തം കൂടപ്പിറപ്പിനെ പോലെ നോക്കിയ ഒരു ചേട്ടനാണ് അർജുൻ എന്ന് പറയുന്നത്. ഒരു മുതലാളി തൊഴിലാളി ബന്ധം മാറ്റി നിർത്തിയിട്ട് ചേട്ടൻ അനിയൻ എന്നുള്ള ഒരു ഇതായിട്ടാണ് ആ ചേട്ടൻ തന്നെ പറഞ്ഞു, എന്നെ ഇങ്ങനെ പുറത്തുനിന്ന് ഒരാളായിട്ട് എന്തിനാ കാണുന്നേ, അർജുൻ എന്റെ അനിയനെ പോലെയാണ് ഞാൻ കണ്ടത്, ഒരു ഫാമിലി മെമ്പർ ആയിട്ടാണ് ഞാൻ നിന്നത്. എന്നിട്ട് ഇങ്ങനെ നാട്ടുകാർ പറയുന്നത് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. എന്റെ ഒരു ഒപ്പീനിയൻ ചോദിക്കുകയാണെങ്കിൽ മനാഫ് എന്ന് പറയുന്ന ചേട്ടൻ നല്ലൊരു വ്യക്തിത്വത്തിന് ഉടമ. അത്രേ ഉള്ളൂ. എനിക്ക് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അന്ന് ആ മാമൻ പറഞ്ഞ TV കൂടെ ഞാനും കേട്ടായിരുന്നു. അപ്പൊ അത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം കണ്ടുപിടിക്കായിരുന്നു, ഗവൺമെന്റിന് കണ്ടുപിടിക്കായിരുന്നു. അത് അയാളുടെ പേരിൽ മാത്രം എണ്ണത് ശരിയല്ല എന്ന് എനിക്ക് തോന്നുന്നു. അല്ല മനാഫ് എന്ന് പറയുന്ന വ്യക്തി നല്ലൊരു ആയിട്ടാണ് എനിക്ക് തോന്നിയത്. സംസാരം കേട്ടിട്ട് എനിക്ക് അങ്ങനെ തോന്നിയത്. കാരണം ഈ ഒരു 72 ദിവസം വരെ തന്റെ കുടുംബത്തെ പോലും നോക്കാൻ ആ TV ന്യൂസിൽ ഞാൻ കണ്ടായിരുന്നു. എത്രയോ ദിവസം ഈ ചേട്ടന് വേണ്ടിയിട്ട് അവരെയൊക്കെ തിരച്ചിലിനിടയിൽ പോയതൊക്കെ ഞാൻ കണ്ടായിരുന്നു. കണ്ണിടിച്ചിട്ട് ആരെയും കുറ്റം കൊണ്ടല്ലല്ലോ വരുന്നത്. അതിന് ആ ചേട്ടനെ പറഞ്ഞിട്ടും കാര്യമില്ല. ഇപ്പം വന്നിട്ട് പ്രകൃതിയിൽ കാരണം വന്നത്, അല്ലാതെ നമ്മളായിട്ട് വരുത്തിക്കുന്നല്ലോ. ആ ചേട്ടനായിട്ട് പറയാം, അവരെ കയ്യിൽ നിന്ന് ഇപ്പം നമ്മൾ വണ്ടി ഇടിക്കുകയാണെങ്കിൽ നമ്മളെ പറയാം, അല്ലെ പ്രകൃതിയിൽ നിന്ന് വരുന്ന നമ്മളെ കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. പ്രകൃതിക്ഷോഭങ്ങൾ നമ്മുടെ ഒരു കുറ്റം അല്ല. ശരിയല്ല. കാരണം ഈ 2 മാസം അദ്ദേഹത്തിന് വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രവർത്തിച്ചു ഉണ്ടായിരുന്ന എല്ലാ രംഗത്തും ഉണ്ടായിരുന്നു. എന്തോ അവരിപ്പോ ഈ ചെറിയൊരു പ്രശ്നങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുണ്ട് മാത്രം. നമുക്ക് ആ TV കൂടെ അറിയാൻ പറ്റുന്നു. എന്നാൽ ഈ 72 ദിവസം തന്റെ കുടുംബത്തെ മറന്ന് അല്ലെ അർജുന് വേണ്ടി അതെ അദ്ദേഹം TV കൂടെ കണ്ടപ്പോ അദ്ദേഹം സ്പോട്ടിലുണ്ടായിരുന്നു, കാര്യങ്ങളൊക്കെ ചോദിച്ചാണ് പറഞ്ഞ് നമ്മളെ കരുതുന്നത്. ആവശ്യങ്ങൾക്കെല്ലാം പുള്ളി ഉണ്ടായിരുന്നു. ആവശ്യം കഴിഞ്ഞപ്പോൾ ആ പുള്ളി തള്ളി പറയുന്നു ഒരു തോന്നലുണ്ട്. അത് പുള്ളിയുടെ ഇത് സ്വഭാവം എങ്ങനെയാണെന്ന് അറിയാൻ വയ്യല്ലോ. എന്നാലും സ്വന്തം സഹോദരനെ പോലെയാണ് ആരെ കണ്ടിട്ടുള്ളത്, നമ്മൾ അർജുനെ കണ്ടിട്ടുണ്ട്. അതെ. അപ്പൊ അയാളുടെ ഒരു സ്വഭാവത്തിലും അയാളുടെ ഒരു സവിശേഷത വെച്ച് നോക്കുമ്പോൾ, അല്ലെങ്കിൽ അയാളുടെ കൂടെ നിൽക്കുന്നവരായാലും പാവങ്ങളെ സഹായിക്കുന്ന ഒരു നല്ലൊരു മനസ്സുള്ള ഒരു വ്യക്തിയാണ് മനാഫ്. ഓക്കെ. അപ്പൊ ഈ ഒരു അർജുന്റെ ഫാമിലി പറയുന്നത് ശരിയായ കാര്യമാണോ തെറ്റായ കാര്യമാണോ? മനാഫ് എന്ന വ്യക്തിയെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഈ ബോഡി കാണാതാവുന്ന മുതൽ ലാസ്റ്റ് ഘട്ടം വരെയും ഉണ്ടായിരുന്നു. അതിന് ഒരു മുതലാളിമാരും ഒരു തൊഴിലാളിക്ക് വേണ്ടി ഇങ്ങനെ ഇല്ല. പുള്ളി അത് നല്ല കാര്യമാണ് ചെയ്യുന്നത്. പക്ഷെ രണ്ടാമത് വരുന്ന ഇത് എങ്ങനെയാണെന്ന് അറിയാൻ വയ്യ. എന്ന് പറയുന്ന ന്യൂസിൽ കൂടെ അറിയുന്ന കാര്യങ്ങളാണ് അറിയാവുന്നത്, അല്ലാതെ നമുക്കറിയില്ലല്ലോ. ഇത്രയും നമ്മളെ ഈ ലോറി പുറത്തെടുക്കാൻ അയാളാണ് കൂടുതൽ സഹായിച്ചത്. തീർച്ചയായും. അപ്പൊ അതുവരെയും നോക്കിയിരുന്നിട്ടേ അയാളെ പിന്നിൽ നിന്ന് കുത്തുന്നത് ശരിയുള്ള കാര്യമല്ല. അതുമില്ല.
പിന്നെ ഇതുവരെ അയാളെല്ലാം അവർക്ക് വേണ്ടി സംരക്ഷണം നൽകുമെന്ന് പറയുന്നു. അത് നല്ലൊരു കാര്യമാണ്. അപ്പൊ അയാളെ വാക്കുകൾ നമ്മൾ തള്ളി പറയേണ്ട കാര്യമുണ്ട്. ഒരു തൊഴിലാളി എന്ന നിലയ്ക്കല്ല കണ്ടത് അല്ല, അർജുനെ. അയാളെ കൂടപ്പറപ്പിന്റെ നിലയാണ് അയാൾ സംസാരിച്ചത്. അതെ, അപ്പൊ തീർച്ചയായും അതുകൊണ്ട് നമുക്ക് വ്യക്തമായിട്ടുള്ള ഒരു കാര്യം ഞാൻ പറയുന്നു, അയാളുടെ ഭാഗത്താണ് ശരി, മനാഫാണ്. ശരി. 72 ദിവസം അദ്ദേഹം ഈ കുടുംബവും ഒക്കെ വിട്ടിട്ട് കുടുംബത്തിന്റെ സാന്നിധ്യം ഇല്ലാതെ 72 ദിവസം അദ്ദേഹം കർണാടകത്ത് ഈ മനാഫിന്റെ ബോഡി കണ്ടെത്തണമെന്നുള്ള ആഗ്രഹത്തിലൂടെയാണ്, അർജുന്റെ ബോഡി കണ്ടെത്തണമെന്നുള്ള ആഗ്രഹത്തോടെയാണ് അദ്ദേഹം അവിടെ നിന്നത്. രണ്ട് പ്രാവശ്യം ഈ ഫോണിന്റെ റിങ് അടിച്ചിട്ടുണ്ട് അവരുടെ അതിന്റെ ഉദ്ദേശിച്ച് ആ സ്ഥലത്ത് പരിശോധന നടത്തണമെന്ന് പറയുകയും അവിടെ യഥാർത്ഥത്തിൽ ഈ സാധനം അവിടെ ഉണ്ടായിരുന്നല്ലേ, ഈ ലോറി അവസാനം കണ്ടെത്തിയത് അദ്ദേഹം പറഞ്ഞ സ്ഥലത്ത് തന്നെ ലോറി ഉണ്ടായിരുന്നു. നമ്മളെ ഗവൺമെന്റിന് അത് കണ്ടെത്താൻ പറ്റാത്തത് കൊണ്ടാണ് ഇത്ര ലേറ്റായി അത് കിട്ടിയപ്പോ സാധനം അവിടെ ഉണ്ടായിരുന്നു, ബോഡിയും അതിനകത്ത് തന്നെ കൃത്യമായിട്ട് അദ്ദേഹം പറഞ്ഞു ഈ ബോഡിക്കകത്ത് ഈ വണ്ടിക്കകത്ത് ഈ ഇദ്ദേഹം ഉണ്ടാവും എന്ന് ഉറപ്പ്. അത് നമ്മളിന്ന് അമ്മയ്ക്ക് അർജുനെ ഏൽപ്പിക്കാം എന്നുള്ള വാക്ക് അദ്ദേഹം പാലിക്കുകയും ചെയ്തു. അതെ അതെ, അർജുന്റെ കുട്ടിയെ നോക്കാം അല്ലേ എന്ന് പറഞ്ഞാൽ അത് മാനസിക ഒരു സഹോദര സ്നേഹത്തോടു കൂടി പറയുന്നതാണ്. അപ്പൊ അതൊക്കെ ഈ രീതിയിൽ വളച്ചൊടിക്കാൻ പാടില്ല. അതെ അതെ അതെ, അയാളുടെ ഒരു എന്താ പറയാ അത്രയും മാനസിക നില ഒരുപാട് തെറ്റിയ നിമിഷങ്ങൾ ഉണ്ടായിരുന്നു 72 ദിവസം. തന്റെ കുട്ടിക്ക് സുഖമില്ലാതിരുന്നിട്ട് പോലും അദ്ദേഹം അതിനുവേണ്ടി പ്രവർത്തിച്ചു. അതെ അതെ, അപ്പോ ഈ മനാഫിനെതിരെ പറയുന്നത് തെറ്റായ അത് മനസാക്ഷിക്ക് പൊറുക്കാത്ത ഒരു നിലപാടാണ് എന്റെ അഭിപ്രായം. മനാഫാണ് ഈ സപ്പോർട്ട് ചെയ്തത്. 72 ദിവസം വരെ പുള്ളിയെ എങ്ങനെയും ലോറിയിൽ നിന്ന് പുറത്തെടുക്കണം എന്നുള്ള ആ ഒരു ഒറ്റ കാരണം ഒരു മുതലാളിമാരും ഈ ഒരു തൊഴിലാളിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യില്ല. പുള്ളിയുടെ ലോറി വരെ വേണ്ടെന്ന് പറഞ്ഞിട്ട് ആ ബോഡി എങ്ങനെയും അവരെ വീട്ടിൽ എത്തിക്കുക എന്നുള്ള ഒറ്റ നിർബന്ധത്തിൽ 72 ദിവസം ആകുമ്പോൾ ആ ബോഡി കിട്ടുകയും ചെയ്തു. അത് വീട്ടുകാരെ ഏൽപ്പിച്ച്. അപ്പൊ ഈ അർജുന്റെ കുടുംബക്കാർ പറയുന്ന തെറ്റായ ആരോപണങ്ങളാണ് മനാഫിനെതിരെ. തീർച്ചയായിട്ടും മനാഫിനെ എത്ര പറഞ്ഞാലും മനാഫിന്റെ ഭാഗത്ത് ശരിയാണ്. ആ ഒറ്റ പുള്ളിയുടെ ഇതിലാണ് ഇത്രയും ദിവസം കേരള ഗവൺമെന്റ് ഇടപെട്ട്, കർണാടക ഗവൺമെന്റ് ഇടപെട്ട്, അതുമല്ല കർണാടക MLA പുള്ളിയെ സമ്മതിക്കണം. പുള്ളി രാപ്പാലില്ലാതെ അവിടെ തെരച്ചിലിന്റെ കൂടെ സപ്പോർട്ട് ചെയ്ത് എല്ലാം. അതുകൊണ്ട് മനാഫിനെ പറയണ നല്ലൊരു വ്യക്തിത്വത്തിന് ഉടമ, നല്ലൊരു വ്യക്തിയാണ്. കാരണം ഇതുപോലത്തെ ഒരു മുതലാളിയെ ആർക്കും കിട്ടിയിട്ടില്ല. തീർച്ചയായും പുള്ളി വീടും കളഞ്ഞ് പുള്ളിയുടെ ബോഡിക്ക് വേണ്ടി 72 ദിവസം വരെ കാത്തിരുന്ന്. അപ്പൊ ഇതൊക്കെ അറിയാതെ പറയണാണ് മനാഫിനെ കുറിച്ച്. മനാഫ് നല്ലൊരു വ്യക്തിയാണ്. 72 ദിവസമായപ്പോൾ ആ ബോഡി കിട്ടിയത് ഭയങ്കര സന്തോഷമാണ്. കേരള ഗവൺമെന്റിനും കർണാടക ഗവൺമെന്റിനും മനാഫിനും ഒരുപാട് നന്ദിയുണ്ട്. ഇത്രയും വലിയ ഒരു വിഷയം ഉണ്ടായി. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ചാനലുകളിൽ വർക്കൗട്ട് ചെയ്തൊരു വാർത്തയാണ് അത്. ഈ യൂട്യൂബ് മുഖാന്തരമാണ് ഇവിടെ അറിഞ്ഞെന്നുള്ള കാര്യം മനാഫ് പറഞ്ഞാണ് ഞങ്ങൾ പറയുന്നത്. യൂട്യൂബ് ഇല്ലെങ്കിൽ അറിയില്ലല്ലോ. അതിനാണ് യൂട്യൂബ് മനാഫ് എടുത്തെന്ന് മനാഫ് ഒരു സത്യം പറഞ്ഞു. അത് ആദ്യമേ മനാഫ് പുറത്ത് പറഞ്ഞിരുന്നെങ്കിൽ ഈ വീട്ടുകാർക്കും പ്രശ്നമില്ലായിരുന്നു, മറ്റുള്ള ആൾക്കാർക്കും പ്രശ്നമില്ല. ഇപ്പൊ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ കുറ്റങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അല്ല, മനാഫ് എന്നൊരു വ്യക്തി 72 ദിവസമാണ് ഒരു വ്യക്തിയാണ്. അതില്ല എന്നുള്ള ആ വ്യക്തി അവിടെ നിന്നുകൊണ്ട് ഒറ്റയ്ക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞപ്പോൾ പത്രപ്രവർത്തകരും മാധ്യമപ്രവർത്തകരും അത് പറഞ്ഞു കൊടുത്ത ഒരു ബുദ്ധിയാണ് യൂട്യൂബ്. ആ യൂട്യൂബ് വന്നാൽ പെട്ടെന്ന് എന്തെങ്കിലും ഒരു എമർജൻസി കിട്ടിയാൽ ലോകം മൊത്തം അറിയിക്കാൻ പറ്റുന്ന ഒരു പ്രവർത്തന ശൈലി. അത് മനാഫ് ഇപ്പോഴാണ് പുറത്തു വിട്ടത്. അതിനു മുമ്പ് മനാഫ് പുറത്തു വിട്ടില്ല. മനാഫ് പുറത്തു വിടാനുള്ള കാര്യം ഇവര് പറഞ്ഞുകൊണ്ടാണ്. ആര്? ഈ അല്ല, അർജുന്റെ കുടുംബം മനാഫിന് ആ രീതിയിലുള്ള വാർത്തയാണ്. ഇപ്പൊ എങ്ങനെ തന്നെ എന്ത് ചെയ്യാൻ പറ്റും? 2 ദിവസം കഴിയുമ്പോൾ ഇതങ്ങ് തീരുമല്ലോ വാർത്ത. എന്നാലും മനാഫ് എന്നൊരു വ്യക്തിയെ കുറിച്ച് കൂടുതലായിട്ട് അറിയില്ല. എന്തായാലും മനാഫ് ഒരു ബിസിനസ്സുകാരനാണ്. നല്ല സ്വന്തം സഹോദരനെ പോലെയാണ് അർജുനെ കണ്ടത്. മനാഫ് കൂടുതൽ ഓവർ പ്ലേ ചെയ്തു. ഈ ഷിരൂരിലെ കുടുംബത്തിനെ കാട്ടിയും മനാഫ് ആയപ്പോ ഹീറോ. അത് വരുമ്പോ ഒരിടത്ത് ഒരു വീഴ്ച വരും. എവിടെയായിരുന്നല്ലോ. 72 ദിവസമല്ല, ഈ മനാഫിനെ കുറിച്ച് മാത്രം ലോറി ഡ്രൈവർ മനാഫ് എന്നുള്ള ഒരു വാർത്ത മാത്രമല്ലേ വന്നതും. അത് കഴിഞ്ഞിട്ടല്ലേ അനിയനോ ചേട്ടനോ അളിയനോ സഹോദരിയോ അമ്മയോ എല്ലാം പിന്നിലല്ലേ. അങ്ങനെ വരുമ്പോ ബാക്ക്ഗ്രൗണ്ട് ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവില്ലേ എവിടെയാണ് ഫാൾട്ട് എന്ന്. ഏത് നമുക്ക് താങ്ങാൻ പറ്റുമോ? നമ്മളെ കുടുംബത്തിനെ കുറിച്ച് വേറൊരാൾ, ഒരു ലോറി ഓണർ തന്നെ കൂടുതൽ ഇൻവോൾവ് ആകുമ്പോഴത്തേക്ക് ചില അലിഗേഷൻ വരും. ഒരിക്കലും പറ്റില്ല, ചില ഫാമിലിക്ക് ഒന്നും പറ്റില്ല. ഇയാളുടെ പേരിൽ ക്യാഷ് ഒരിക്കലും അങ്ങനെ ചെയ്യാൻ ചാൻസ് ഇല്ല. അയാള് തുടക്കം മുതലേ അയാൾക്ക് വേണ്ടിയാണ് അയാൾ കഷ്ടപ്പെട്ട് കൂടെ നിന്നാണ്. അയാളുടെ വർക്ക് പോലും കളയാണ്ട് നോക്കാതെ അയാൾ അതിനുവേണ്ടി നിന്നാണ്. ഒരുപാട്
കാരണം 72 ദിവസം എന്ന് പറയുന്നത് നിസ്സാര ദിവസങ്ങളാണ്. ലോറിയാണ്, മാത്രമല്ല അയാളുടെ സാധനങ്ങളൊക്കെയാണ്. കാരണം ഒരു മുതലാളികളും തൊഴിലാളിക്ക് വേണ്ടി ഇത്രയ്ക്ക് അയാൾ ചെയ്യില്ല. അതുകൊണ്ട് ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല എന്ന വിശ്വാസം. തീർച്ചയായിട്ടും അയാൾ ഒരുപാട് സപ്പോർട്ടീവ് ആണ് അർജുന് വേണ്ടിയിട്ട്. അയാൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. കാരണം അർജുന്റെ അമ്മയ്ക്ക് കൂടെ ഒരു വാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതെ, കാണിച്ചു തരാം. അയാളെ വണ്ടി പോലും അയാൾ എടുത്ത് അവനെ കാണിക്കാനായിട്ടാണ്. അമ്മയ്ക്ക് അവനെ കാണിച്ചത്. അത് ഭയങ്കര പ്ലസ് പോയിന്റ് ആണ്. അയാൾ അങ്ങനെ മോശമായിട്ടുള്ള ഒരു ക്യാരക്ടർ അല്ല എന്നാണ് എന്റെ വിശ്വാസം. നല്ലൊരു വ്യക്തിത്വത്തിന് ഉടമയാണ്. അത് തീർച്ചയായിട്ടും. അതിനെന്തെങ്കിലും കാരണങ്ങൾ കാണുമല്ലോ, നമുക്കറിയില്ലല്ലോ എന്തുകൊണ്ടാണ് കുറ്റപ്പെടുത്തുന്നത്, നമുക്കറിയില്ലല്ലോ. അല്ല, ഇപ്പൊ യൂട്യൂബ് ചാനൽ ഓപ്പൺ ചെയ്തെന്നും എന്താ പറയാ ഇവരുടെ കുടുംബത്തെ അതായത് പറയുന്നു, മനാഫ് ഇത് വെച്ച് കാശുണ്ടാക്കും പറയുന്നുണ്ട്. തെറ്റിദ്ധാരണകളായിരിക്കാം ആണ്. പിന്നെ അതുപോലെ തന്നെ 72 ദിവസം അർജുന്റെ എന്താ പറയാ എന്താ പറയാ ഒരു ജീവന് വേണ്ടി 72 ദിവസം രാപ്പകലോളം ഇല്ലാതെ നിന്ന ഒരു വ്യക്തിയായിരുന്നു മനാഫ്, അല്ലേ? അത് ഞാൻ വലിയ കാര്യമായിട്ട് തോന്നുന്നില്ല. കാരണം എന്താണെന്നറിയാം, പൂന്തുറ സ്ഥലം അറിയാം, പൂന്തുറ കേട്ടിട്ടുണ്ട്. ഓക്കി വന്നതറിയാം. 93 പേരടക്കം അവിടെ മരിച്ചു. ഞാൻ അന്ന് ഇതുപോലെ ക്യാമറ എടുക്കുന്നതും മറ്റേ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇടുന്നതും ഫേസ്ബുക്കിൽ ഇടുന്നതും ഒന്നും ഇന്ന് വരെ കണ്ടിട്ടില്ല. അന്ന് അതിനെക്കുറിച്ച് യാതൊന്നും സംസാരിച്ചിട്ടില്ല. പഴയ കാലഘട്ടമൊന്നുമല്ല, ഒരു 2-3 വർഷം മുന്നേ ഉള്ള കാര്യമാണ്. ആരും സംസാരിക്കണം ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ ഇത് വലിയ സംഭവമായിട്ട് എനിക്ക് തോന്നുന്നില്ല. അപ്പോ ഇന്ന് അവിടെ ഉള്ള പോലീസുകാർ ആരും പോകാതെ അവിടെ ഉള്ള ജനങ്ങൾ തന്നെയാണ് കടലിൽ പോയി കുറച്ച് പേരുടെ ബോഡി എടുത്തിട്ട് വന്നത്. ഞാനും അവിടെ പോയി നിന്ന് വർക്ക് ചെയ്ത ബോഡി എടുത്ത് കയറ്റാനില്ല, ഞാൻ പോയതാണ്. അത് ഞാൻ നേരിട്ട് കണ്ടതാണ്. അതുകൊണ്ട് എനിക്കിത് വലിയ ഒരു ഇതായിട്ട് തോന്നുന്നില്ല. എന്നാലും ഈ എന്താ പറയാ അർജുന്റെ ഫാമിലിക്ക് എത്തിപ്പെടാൻ പറ്റാത്ത ഭാഗങ്ങളിൽ നമ്മുടെ മനാഫ് എല്ലാ കാര്യത്തിനും കൂടെ ഉണ്ടായിരുന്നു. അർജുന്റെ ഫാമിലി എന്ന് പറയുമ്പം ചെയ്യുന്നതിന് ഒരു പരിധി ഉണ്ടാവും. പരിധിയില്ലാത്തവർക്ക് എന്തും ചെയ്യാലോ. 72 ദിവസം വരെ സ്വന്തം വീട് വിട്ട് അയാളെ എന്നും പറഞ്ഞ് അവിടെ നിന്നിട്ട് അത് പിന്നെ അർജുന്റെ ഭാര്യ അയാള് ജീവിച്ചിട്ടുണ്ട്, മരിച്ചോ എന്ന് അറിയുമ്പോ ഗവൺമെന്റ് ജോലി കയറിയില്ലേ? അപ്പൊ അത് തെറ്റായിട്ട് അവർക്ക് തോന്നണില്ലേ? ഭർത്താവ് മരിച്ചോ അല്ലെ ജീവനോടെ ഉണ്ടോ അങ്ങനെ തീരുമാനമാവുമ്പോ അത് ജോലിക്ക് കയറി. എനിക്ക് അവരഭിപ്രായം വളരെ മോശം എന്നാണ് തോന്നിയത്. കാരണം എന്തോ സ്വന്തം സഹോദരനെ പോലെയാണ് ഈ മനാഫ് എന്ന് പറയുന്ന വ്യക്തി. അതുവരെ കുഴപ്പമില്ല, ഇപ്പോഴാണ് പെട്ടെന്ന് ഒരു മാറ്റം. അയാൾ എത്രയും ദിവസം അവിടെ നിന്നപ്പോഴും അവർക്ക് പ്രശ്നമില്ല. കുഴപ്പമില്ല. അതെ, ഇപ്പഴാ ലാസ്റ്റ് ഞാൻ മനാഫിന്റെ ഭാഗത്തെ പറയുള്ളൂ. ഇവരെ എനിക്ക് തോന്നണില്ല. ഈ ലോറി ഇതാവുന്നത് വരെ പുള്ളിക്കാരന്റെ കൂടെ നിന്ന ഒരു വ്യക്തിയാണ്. 72 ദിവസം പുള്ളിക്കാരന്റെ വീടില്ല, കുടുംബമില്ല, ഒന്നുമില്ല. ഇത് മനഃപൂർവ്വം ഇത് അർജുന്റെ കുടുംബക്കാര് മനഃപൂർവ്വം ഇത് കെട്ടിച്ചമയ്ക്കുന്നതാണ്. കാരണം സ്വന്തം ജീവനെ കൂടെ നോക്കാതെയാണ് എല്ലാവരും സ്വന്തം രക്തബന്ധത്തിലെ സഹോദരനെ പോലെ പറയുന്നതാണ്. എന്റെ സഹോദരനാണ്, അവരെ കുടുംബം ഞാൻ സംരക്ഷിക്കും, മറ്റുള്ള എല്ലാ കാര്യങ്ങളും അവൻ പറയുന്നത് എല്ലാം ഓക്കെയാണ്. പക്ഷെ എവിടെയാണ് ഫാൾട്ട് എന്ന് അറിയില്ല. എന്നാലും മനാഫ് എന്ന വ്യക്തിയെ കുറിച്ച് മനാഫ് എന്ന വ്യക്തി എന്ന് പറയുന്നത് പുള്ളിക്കാരൻ അന്ന് തൊട്ട് ഇന്ന് വരെ പോലീസിന്റെ അടി വരെ കൊണ്ട് വേറെ ഒരു മുതലാളിയും തൊഴിലാളിക്ക് വേണ്ടി ഇത്രയും ആത്മാർത്ഥമായിട്ട് നിൽക്കില്ല. നമ്മളെ മുതലാളിയല്ല, എല്ലാ മുതലാളിമാരും അത് ചെയ്യേണ്ട കാര്യമില്ല, ചെയ്യേണ്ട കാര്യം ഉണ്ട്, എന്നാലും ചെയ്യില്ല. അവരുടെ ഫാമിലീസ് ആണ് പലത്. അയാൾ ചെയ്തു, ഊണും ഉറക്കവും ഇല്ലാതെ അയാൾ ചെയ്തു. എന്നിട്ട് ഇപ്പൊ അയാൾക്ക് തന്നെ പഴിയുമായി. അതാണ് നമ്മളെ മലയാളികളെ അവരെ വീട്ടുകാർ വരെ ആ ഒരു കേസിനെ മാറ്റി നിർത്തിയ സമയത്ത് പോലും നമ്മളെല്ലാം മറന്നതാണ്. ആ ഒരു വയനാട് കേസ് വന്ന് അത് കഴിഞ്ഞ് ഇത് കഴിഞ്ഞ് എന്നിട്ടും അദ്ദേഹം ഇതിൽ നിന്ന് വിട്ട് മാറാതെ അയാൾ കണ്ടുപിടിച്ചിട്ടേ പോകും എന്നുള്ള ഒറ്റ ഇതിൽ അദ്ദേഹം പൊരുതി നിന്ന് കണ്ടുപിടിച്ച് അമ്മയ്ക്കൊരു വാക്ക് കൊടുത്തിരുന്നു. ആ ഒരു വാക്ക് അദ്ദേഹം പാലിച്ചിട്ടാണ് അദ്ദേഹം അവിടെ നിന്ന് പോകുന്നത്. അത് മാത്രമല്ല, ഈ വയനാട് പ്രശ്നം വന്നതിന് ശേഷം നമ്മളെ ഈ അർജുനന്റെ ഈ ടോപ്പിക്കേ ഇല്ലാതിരുന്നു കുറച്ച് ദിവസം, അല്ലേ? നിങ്ങളെ മീഡിയക്കാരല്ലേ, നിങ്ങൾക്ക് അറിയാമല്ലോ. ആ ഒരു ടോപ്പിക്കേ ഇല്ലായിരുന്നു. അത് വീണ്ടും പൊക്കി കൊണ്ടുവന്ന് ഇത്ര എഫേർട്ട് എടുത്തു ആ ലോറിയും ആ ബോഡിയും കണ്ടെത്തിയത് അയാളെ കഴിവാണ്. ഞാൻ പിരിച്ചിട്ടുണ്ട്, ഞാൻ പൈസ കളക്ട് ചെയ്തിട്ടുണ്ടെന്നുള്ള തെളിവ് കാണിച്ചു കഴിഞ്ഞാൽ കല്ലെറിഞ്ഞ് കൊല്ലം നിന്ന് തരാം, കല്ലെറിഞ്ഞ് കൊല്ലം, അങ്ങനെ ചെയ്ത ഒരാൾ പറയൂ? ഒരിക്കലും ഇല്ല. ഒരു യൂട്യൂബ് ചാനൽ കൂടെ തന്നെ അയാൾക്ക് തന്റെ എന്താ പറയുക നിർദ്ദേശങ്ങൾ പുറത്തോട്ട് അറിയിക്കാൻ വേണ്ടി അയാൾ തുറന്ന് മീഡിയയുടെ മുമ്പിലല്ലേ പറയുന്നത്. അങ്ങനെ നിങ്ങൾ തെളിയിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ വന്ന് റോഡിൽ വന്ന് നിൽക്കാൻ, നിങ്ങൾ കല്ലെറിഞ്ഞ് കൊല്ലാം. തീർച്ചയായും അല്ലേ? അത്രയും ഉറപ്പുള്ളതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറയുന്നത് തന്നെ. അല്ലാതെ ആരെങ്കിലും പറയും? തീർച്ചയായും. ഇതിപ്പം അരി കഴിക്കുന്ന ആൾക്കാർക്കെല്ലാം മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. ഏതൊരു കാര്യം ഉണ്ടായിരുന്നാലും ശരി, എന്നെ കുത്തിത്തിരിപ്പിക്കാൻ വേണ്ടി ആൾക്കാരുണ്ടാവും. ഇതുപോലെ മുമ്പൊരു വിഷയം ഉണ്ടായിരുന്നു. ഒരു അമ്മയ്ക്ക് സുഖമില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഫിറോസ് അല്ലെ, ഫിറോസ് കുറച്ച് കാശൊക്കെ റെഡിയാക്കി കൊടുത്തതിന് ശേഷം അവനെ വരെ തള്ളി ഓപ്പറേഷൻ കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം അവനെ വരെ തള്ളിപ്പറഞ്ഞ
സമൂഹമാണ് നമ്മളെ സമൂഹം. തീർച്ചയായും കാര്യങ്ങൾ കഴിഞ്ഞപ്പോ അവരെ പാർട്ടിക്കാർ വന്ന് പറഞ്ഞു ഇത് ബാക്കി കാശ് കൊടുക്കണ്ട പറയുന്ന ഏതാണെന്ന് മനസ്സിലായോ നിങ്ങൾക്ക്? അപ്പൊ അതാണ് നമ്മുടെ നാട്, നമ്മുടെ സമൂഹം അതാണ്. ഇപ്പൊ ഇന്നത്തെ കാലത്ത് ഒരു മുതലാളിയും അങ്ങനെ കാര്യം കഴിഞ്ഞപ്പോ എന്റെ ജോലി കഴിഞ്ഞാൽ തീർന്ന് അങ്ങനെയുള്ള മുതലാളിമാരാണ് ഇന്നത്തെ സമൂഹത്തിൽ. എന്നിട്ട് പോലെ അവര് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ആ ക്യാബിനുള്ളില് ബോഡി ഉണ്ട്, അതെ ആ ബോഡി മാത്രം ശകലം പൊക്കിയിട്ട് ആ ബോഡി മാത്രം എടുത്തിട്ട് എന്റെ ലോറിയും അവിടെ തന്നെ മുക്കിക്കളയാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെ അതെ അല്ലേ? തീർച്ചയായും അവർക്ക് വേണമെങ്കിൽ എനിക്ക് എന്റെ ലോറി വേണം എന്ന് പറയാമായിരുന്നല്ലോ. അദ്ദേഹത്തിന്റെ മനുഷ്യത്വം എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് മനുഷ്യത്വമുള്ള ഒരു കുറവാണ്. അത് ഒരിക്കലും ശരിയല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം മുസ്ലിം ആയതിന്റെ പേരിലാണ് ഇവിടെ ചിലര് രാഷ്ട്രീയം പിന്നെ ജാതി പറയലൊക്കെ ഉണ്ട്. അതെ. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു എന്താ പറയല് അദ്ദേഹം കാണിച്ച ഒരു വലിയ മനസ്സിന്റെ വിശാലതയാണ് കൊണ്ടുവന്നത്. സർക്കാർ ഈ ഭാഗത്ത് വലിയ പരാജയമാണ് സംഭവിച്ചത്. അതെ. അദ്ദേഹം മുന്നിൽ വന്നിരുന്നില്ലെങ്കിൽ ഈ സംഭവം കണ്ടെത്തൂലായിരുന്നു. ഒരിക്കലും ഇല്ല. അപ്പൊ സർക്കാർ ഈ കാര്യത്തിൽ പരാജയപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഇത് ചിലരൊക്കെ എന്താ പറയല് മതമാണ് ഇതിന്റെ ഇടയിൽ കൊണ്ടുവരുന്നത്. ഇത് ഒരിക്കലും മതം കൊണ്ടുവരാൻ പാടില്ല. തീർച്ചയായും കാര്യം നല്ലൊരു കാര്യമാണ് ഇപ്പൊ നടന്നിരിക്കുന്നത്. 72 ദിവസം 72 ദിവസം അതിനു വേണ്ടിയിട്ട് ശ്രമിച്ച് പല കാര്യങ്ങളും നേടിയെടുത്തതാണ്. പക്ഷെ ഇതിപ്പോ എന്തായിരുന്നാലും കേരളത്തും അഭിമാനമാണ് അദ്ദേഹം ഉണ്ടാക്കി വെച്ചത്. അദ്ദേഹത്തിന്റെ മുസ്ലിം പേര് വന്നതിന്റെ പേരിലാണ് ഈ ഇങ്ങനത്തെ ഒരു സംസാരങ്ങൾ എതിരെ വരാൻ തുടങ്ങിയത്. ചിലര് പറയുന്നത് സ്വന്തമായിട്ട് ആ ലോറിക്കാണ്, ആ ലോറി കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് ശ്രമിച്ചത്. അങ്ങനെയൊന്നും അല്ല. പക്ഷെ കേരളത്തിലെ പൊതുവെ ജനങ്ങൾക്ക് മനസ്സിലായി എന്താണ് ശരിയെന്നുള്ളത്. ജനങ്ങൾ വിലയിരുത്തിയിട്ടുണ്ട്. ജനങ്ങൾക്ക് അറിയാം കേരളം എന്ന് പറയുന്നത് അങ്ങനെയാണ്. ശരിയും തെറ്റും മനസ്സിലാക്കാനുള്ള ബോധം ജനങ്ങൾക്കുണ്ട്. കേരളത്തിലുള്ള മലയാളികൾക്ക് അറിയാം എന്താണ് സത്യാവസ്ഥ എന്താണെന്നുള്ളത് ജനങ്ങൾ വിലയിരുത്തും. ഇന്നത്തെ സമൂഹത്തിൽ ഒരു ആൾക്ക് വേണ്ടി ഒരു ഹെൽപ്പ് ചെയ്യുന്നത് വളരെയധികം കുറ്റകരമായി കൊണ്ടിരിക്കുന്നതാണ് നമുക്കിന്ന് കാണാൻ കഴിയുന്നത്. ഇത് ശരിയായ കാര്യമാണോ? ഒരു ഹെൽപ്പ് ചെയ്യാൻ പോലും പറ്റാത്ത ഒരു അവസ്ഥയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു എപ്പിസോഡ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഇനിയൊരു എപ്പിസോഡുമായി വീണ്ടും കാണുന്നതുവരെ സ്റ്റേ ട്യൂൺഡ്. ബൈ ബൈ.